Good morning all. Our next topic is default and repossession. Under hire purchase system, if the hire purchaser fails to pay any of the installments, the hire vendor has the right to recover or take the goods without any compensation. This act of taking back the possession of goods by the hire vendor is called repossession. നമുക്കറിയാം ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ഒരു അസറ്റോ അല്ലെങ്കിൽ ഗുഡ്സോ വാട്ട് എവർ ഇറ്റ് ഈസ് അത് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ എമൗണ്ട് കൊടുക്കുന്നില്ല. ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ വർഷം ഓരോ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. അങ്ങനെ വരുമ്പം ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യാൻ ഒരൊറ്റ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യണത് ഒരു 4 ഇൻസ്റ്റാൾമെൻറ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് 2 years പേ ചെയ്തു, 3rd year ഫെയിലായി, അതായത് 3rd year ഹയർ പർച്ചേസർക്ക് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഹയർ വെൻഡർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? അത് റീപ്രോസസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ടേക്ക് ബാക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ആ ഒരു അസറ്റ് തിരിച്ചെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? റീപൊസഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ റീപൊസഷന് വേണ്ടിയിട്ട് ഹയർ വെൻഡർ കീപ്പ് ചെയ്യുന്ന അക്കൗണ്ടാണ് ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട്. അപ്പോൾ ഈ റീപൊസഷൻ എന്ന് പറയുന്നത് എന്താ? ചിലപ്പം ചില സാധനങ്ങൾ ഇപ്പം എന്തെങ്കിലും ക്വാണ്ടിറ്റി ഗുഡ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പം ഗുഡ്സൊക്കെ ആണെങ്കിൽ 2 ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ബാക്കി വരുന്നത് മാത്രം തിരിച്ചെടുത്താൽ മതിയാവുമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചെടുക്കാം. അതിനെയാണെങ്കിൽ പാർഷ്യൽ റീപൊസഷൻ എന്ന് പറയും. അതായത് ബാക്കി വരുന്ന ഭാഗം മാത്രം എത്രയാണോ ഡ്യൂ ആയിരിക്കുന്നത് ആ എമൗണ്ടിലുള്ളത് മാത്രം തിരിച്ചെടുക്കുകയാണെങ്കിൽ അത് പാർഷ്യൽ റീപൊസഷൻ എന്ന് പറയും. ഇനിയിപ്പോൾ ഫുള്ളായിട്ടിപ്പം അസറ്റൊക്കെ ആണെങ്കിൽ മെഷീനറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് നമുക്ക് പകുതി എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് തെറ്റിയാൽ തന്നെ എന്താ മുഴുവനായിട്ടും തിരിച്ചെടുക്കാനുള്ള റൈറ്റ് ഉണ്ടാവും. അതിനെയാണ് കംപ്ലീറ്റ് റീപൊസഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീപൊസസ്ഡ് അസറ്റ്സ് യൂഷ്വലി എന്താ ചെയ്യുക? വേറൊരു കസ്റ്റമർക്ക് സെയിൽ ചെയ്യും. അതിനെന്തെങ്കിലും റിപ്പയറിങ്ങോ അല്ലെങ്കിൽ മെയിൻ്റനൻസോ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് വേറൊരു കസ്റ്റമർക്ക് സെയിൽ ചെയ്യുകയാണ് ചെയ്യുക. ഇൻ ഓർഡർ ടു ഡീൽ വിത്ത് റീപൊസഷൻ ദ ഹയർ വെൻഡർ ഓപ്പറേറ്റ്സ് ആൻ അക്കൗണ്ട് കോൾഡ് ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട്. അപ്പോൾ ഇങ്ങനെ റീപൊസഷന് വേണ്ടിയിട്ട് ഹയർ വെൻഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടാണ് ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട്. ഇനി നമുക്ക് കംപ്ലീറ്റ് റീപൊസഷൻ എന്താണെന്ന് നോക്കാം. കംപ്ലീറ്റ് റീപൊസഷൻ ആകുമ്പോൾ ദ ഹയർ വെൻഡർ ടേക്സ് ബാക്ക് ഓൾ ദ ഗുഡ്സ് സോൾഡ്. The hire purchaser closes the hire vendor's account by transferring the balance of the hire vendor's account to the asset account. The asset account is also closed by transferring the balance to the profit and loss account. Similarly, the hire vendor closes the hire purchaser's account by transferring the balance of the hire purchaser's account to the goods repossessed account. അപ്പോൾ നമ്മൾ ഇന്ന് ജേണൽ എൻട്രീസ് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ എളുപ്പത്തിൽ ക്ലിയർ ആവും. ഫസ്റ്റ് എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ദി ഹയർ പർച്ചേസർ. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഹയർ പർച്ചേസർ ബുക്കിൽ റീപൊസഷൻ, കംപ്ലീറ്റ് റീപൊസഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എൻട്രീസാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം ഹയർ പർച്ചേസറുടെ ജേണൽ എൻട്രീസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ 3 വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വർഷം കറക്റ്റ് പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് വർഷം പേ ചെയ്യുന്നത് വരെ നമ്മുടെ നോർമലായിട്ടുള്ള എല്ലാ എൻട്രീസും വരും. ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുമ്പോഴുള്ള എൻട്രി, അതേപോലെ ഫസ്റ്റ് വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ്, അതിൻ്റെ ഇൻട്രസ്റ്റ്, ഫസ്റ്റ് വർഷത്തെ ഡിപ്രീസിയേഷൻ. ഇപ്പോൾ സെക്കൻഡ് ഇയറിലാണ് ഡിഫോൾട്ട് വരുന്നതെങ്കിൽ സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ, സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി, ഇതൊക്കെ വരും. എപ്പോഴാണോ റീപൊസഷൻ നടക്കുന്നത് അത് മുതൽ മാത്രമേ എന്താണ് നോർമൽ എൻട്രീസ് ഇല്ലാതിരിക്കുള്ളൂ. അപ്പോൾ അത് ഓർത്ത് വെക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഹയർ പർച്ചേസ്ഡ് അക്കൗണ്ടിലാവുമ്പം റീപൊസഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 2 അക്കൗണ്ടാണ്, അസറ്റ് അക്കൗണ്ട് ആൻഡ് ഹയർ വെൻഡർ അക്കൗണ്ട്. അറ്റ് ദ ടൈം ഓഫ് ദ ഹയർ പർച്ചേസർ കീപ്സ് 2 accounts, asset account and the hire vendor's account. At the time of complete repossession, both the accounts are to be closed. അതായത് ഹയർ പർച്ചേസർ കീപ്പ് ചെയ്യുന്ന അസറ്റ് അക്കൗണ്ടും അതേപോലെ ഹയർ വെൻഡേഴ്സ് അക്കൗണ്ടും രണ്ടും എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. കാരണം അസറ്റ് ഫുൾ റീപൊസഷനാണ്, അസറ്റ് കംപ്ലീറ്റ് തിരിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മളടുത്ത് അസറ്റ് ഇല്ല, അപ്പോൾ അസറ്റ് ക്ലോസ് ചെയ്യണം. അതേപോലെ ഹയർ വെൻഡറുമായിട്ടുള്ള എല്ലാ ഡീലിങ്സും കഴിയുകയാണ്, അപ്പോൾ ഹയർ വെൻഡറുടെ അക്കൗണ്ടും ക്ലോസ് ചെയ്യണം. The journal entries relating to repossession are as follows. റീപൊസഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എൻട്രീസ് മാത്രമാണ് പറയുന്നത്. ഫോർ ക്ലോസിങ് ഹയർ വെൻഡേഴ്സ് അക്കൗണ്ട്, അസറ്റ് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഹയർ വെൻഡേഴ്സ് അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യണം. ഹയർ വെൻഡർക്ക് നേരത്തെ എന്തായിരിക്കും ഉണ്ടാവുക?
ക്രെഡിറ്റാണ് ഉണ്ടാവുക. കാരണം എന്താണ്, അതൊരു ലാബിലിറ്റിയാണ്, നമ്മൾ ആൾക്ക് പൈസ കൊടുക്കാനുള്ളതാണല്ലേ. അപ്പോൾ ഇപ്പോൾ അത് ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതിന് ഡെബിറ്റ് ചെയ്യണം. അതേപോലെ അസറ്റിന് ഡെബിറ്റ് ബാലൻസാണ് എപ്പോഴും ഉണ്ടാവുക. അത് ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, ക്രെഡിറ്റ് കൊടുക്കണം. അപ്പോൾ ഹയർ വെൻഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് അക്കൗണ്ട് എന്നുള്ള എൻട്രി കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹയർ വെൻഡേഴ്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. ഹയർ വെൻഡറിലുള്ള ബാലൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ബാലൻസ് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും, നമ്മൾ ഹയർ വെൻഡറുടെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുമ്പം അതിലിപ്പം സെക്കൻഡ് ഇയർ ആണോ ഡിഫോൾട്ട് വന്നെങ്കിൽ ആ ഇയറിൽ എത്ര ബാലൻസ് വരുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യുക. അതായത് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ടോട്ടൽ എത്ര ക്രെഡിറ്റ് വന്നിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ ഡെബിറ്റായി വന്ന ഹയർ വെൻഡേഴ്സൊക്കെ ഡിഡക്റ്റ് ചെയ്യുക. അതായത് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഡിഡക്റ്റ് ചെയ്യാനുണ്ടാവും, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പം ഡിഡക്റ്റ് ചെയ്യാനുണ്ടാവും. അങ്ങനെ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബാലൻസ് കണ്ടെത്തേണ്ടത്. ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുമ്പം ഈസി ആയിട്ട്, അതായത് നമ്മൾ ആദ്യം ജേണൽ എൻട്രീസ് ഒക്കെ എഴുതുക, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ലെഡ്ജർ പ്രിപ്പയർ ചെയ്തിട്ട് ആ ഒരു ഡിഫോൾട്ടിൻ്റെ സമയമാവുമ്പം ആ ഒരു ഇയറിൽ എത്ര ബാലൻസ് ഉണ്ട് നോക്കുക. ഫുൾ എഴുതണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ എൻട്രീസും കൂടെ കഴിഞ്ഞാലേ ലെഡ്ജർ ഫുൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അസറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ എന്താണ്, നമുക്ക് നഷ്ടം ഉണ്ടാവില്ല, റീപൊസിഷനാണ്, ഫുൾ റീപൊസിഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തിട്ടുണ്ടെങ്കിലും എന്താണ്, നമുക്ക് നഷ്ടമാണ്, ആ 2 മാസത്തെ നഷ്ടമാണ്. അപ്പം യൂഷ്വലി നഷ്ടമാണ് ഉണ്ടാവുക ഹയർ പർച്ചേസർക്ക്. അപ്പോൾ നഷ്ടമാകുമ്പോൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അത് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ് ടു അസറ്റ് ഇഫ് ലോസ് ക്ലോസിങ് അസറ്റ് അക്കൗണ്ട്. സാധാരണഗതിയിൽ നഷ്ടമാണ് ഉണ്ടാവുക. ഇനി എക്സെപ്ഷണലായിട്ട് ലാഭം ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ലാഭത്തിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അപ്പം അസറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു P&L അക്കൗണ്ട് if there is profit. Generally, an asset is repossessed at a loss to the hire purchaser. In case of profit, the above entry will be reversed. Profit ആണെങ്കിൽ എഴുതിയ എൻട്രി നേരെ തിരിയും, അതായത് അസറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു P&L അക്കൗണ്ട് എന്നാവും. നെക്സ്റ്റ്, എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ഹയർ വെൻഡർ. The hire vendor mainly keeps only one account, hire purchaser's account. At the time of repossession, the hire purchaser's account closed by transferring the balance to the goods repossessed account. Goods repossessed account is closed by transferring the profit or loss on sale of goods repossessed to the profit and loss account. All the entries up to the date of default are passed as usual manner. അപ്പോൾ ആ ഒരു ഡിഫോൾട്ട് നടക്കുന്നത് വരെയുള്ള എല്ലാ എൻട്രീസും യൂഷ്വലായിട്ട് നമ്മൾ പാസ് ചെയ്യും. പിന്നെന്താണ്, ഹയർ പർച്ചേസേഴ്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുക എങ്ങനെയാണ്, ട്രാൻസ്ഫറിങ് ടു ദി ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ട്. പിന്നെ ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ട് നോർമലി ഗുഡ്സ് റീസെയിൽ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ലാഭമാണോ നഷ്ടമാണോ നോക്കിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്. ഇത് ക്യാഷ് കിട്ടും, പിന്നെ ലാഭമുള്ളതോ നഷ്ടമുള്ളതോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ട് ക്ലോസ് ചെയ്യും. അപ്പം റീപൊസിഷൻ ഓഫ് ഗുഡ്സിൽ ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട് ഡെറ്റ് ടു ഹയർ പർച്ചേസേഴ്സ് അക്കൗണ്ട്. റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയും ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ്. നമ്മൾ ക്യാഷ് ചിലവാക്കണം, അപ്പോൾ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും, അതുകൊണ്ട് ക്യാഷിന് ക്രെഡിറ്റ് കൊടുക്കും. പിന്നെ ഫോർ സെയിൽ ഓഫ് ഗുഡ്സ് റീപൊസസ്ഡ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട്. നമുക്ക് ക്യാഷ് കിട്ടൂലേ സെയിൽ നടത്തുമ്പം, അപ്പോൾ അങ്ങനെ. പിന്നെ ഫോർ ലോസ് ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ് ടു ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട്. ലോസ് ആണെങ്കിൽ, പ്രോഫിറ്റ് ആണെങ്കിൽ ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട് ഡെറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഈ ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ടിന് നമ്മൾ വേറൊരു പേരും കൂടിയും പറയും, ഗുഡ്സ് ഓൺ ഹയർ പർച്ചേസ് റിട്ടേൺഡ് അക്കൗണ്ട് എന്നും കൂടെ പറയും. ഗുഡ്സ് ഓൺ ഹയർ പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ട്. അപ്പോൾ ഇത്രയാണ് എന്ത്, ഹയർ വെൻഡറുടെ അക്കൗണ്ടിൽ വരുന്ന എൻട്രീസ്. അതായത് മെയിനായിട്ട് ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട് അസറ്റ് ടേക്ക് ബാക്ക് ചെയ്യുമ്പോൾ, പിന്നെ അതിലെന്തെങ്കിലും എക്സ്പെൻസ് വരുവാണെങ്കിൽ ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ്, പിന്നെ സെയിൽ ചെയ്യുമ്പം ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു ഗുഡ്സ് റീപൊസസ്ഡ്. പിന്നെ സെയിൽ ചെയ്യുമ്പോൾ ലാഭമാണ് കിട്ടിയതെങ്കിൽ ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട് ഡെറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നഷ്ടമാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ് ടു ഗുഡ്സ് റീപൊസസ്ഡ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പർച്ചേസ്ഡ്
truck on hire purchase from Hindustan Motors for rupees 50,000. Payment to be made rupees 15,000 cash and 3 installments of rupees 15,000 each at the end of the year. Rate of interest is charged at 50% per annum. Buyer depreciates assets at 10% per annum on return down value method. Because of financial difficulties, Transport Corporation, after having paid the down cash and the first installment at the end of the first year, could not pay the second installment, and Hindustan Motors took possession of the truck. The seller, Hindustan Motors, after spending rupees 350 on repairs of the truck, sold it for 30,110. Prepare necessary ledger accounts in the books of both the parties. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് 56,000 പേയ്മെൻ്റ് ആണ്. 56,000 പേയ്മെൻറ്റിൽ 15,000 എന്താ പറയുന്നത്, 15,000 ഡൗൺ പേയ്മെൻ്റ് ആണ്. ബാക്കി വരുന്ന 3 ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്, 15,000 ഈച്ചാണ്. അപ്പം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5% ആണെന്നും പറയുന്നുണ്ട്. ഡിപ്രീസിയേഷൻ 10%. അപ്പോൾ ഇവിടെ പക്ഷേ എന്താണ്, ഒരു ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു, പിന്നെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും കൊടുത്തു. അപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുന്ന എൻട്രി വേണം, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്ന എൻട്രി വേണം. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, ഫസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആവും, ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കും. അതേപോലെ ഫസ്റ്റ് ഇയറിൽ ഡിപ്രീസിയേഷൻ കാണിക്കണം. ഇത്രയൊക്കെ നോർമലി വരും. സെക്കൻഡ് ഇയറിൽ എന്താണ്, സെക്കൻഡ് ഇയറിൽ നമ്മൾ സെക്കൻഡ് ഇയറിൻ്റെ എൻഡിലാണ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് ഇയറിലും ഡിപ്രീസിയേഷൻ കാണിക്കണം, സെക്കൻഡ് ഇയറിലും നമ്മൾ എന്ത് കാണിക്കണം, ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നതും കാണിക്കണം. പേ ചെയ്യുന്നില്ല, ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നില്ല. ഇതുവരെയുള്ള എൻട്രീസ് നോർമലി എഴുതുക. ഞാൻ പറയുന്നത് ഹയർ പർച്ചേസ്ഡ് അക്കൗണ്ടിലാണ്. സെയിം നിങ്ങൾ ഹയർ വെൻഡറിലതും എഴുതുക. എന്നിട്ട് പിന്നെ സെക്കൻഡ് ഇയർ ലാസ്റ്റ് ആകുമ്പോൾ പേ ചെയ്യുന്നില്ല. അപ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഹയർ പർച്ചേസ്ഡ് നമ്മൾ പറഞ്ഞ എൻട്രീസൊക്കെ കറക്റ്റ് ഓർഡറിൽ എന്ത് എഴുതണം, ബാലൻസ് കണ്ടെത്തിയിട്ട് ക്ലോസ് ചെയ്യുന്ന രീതിയിൽ എഴുതുക. പിന്നെ ഹയർ വെൻഡറുടെ അക്കൗണ്ടിൽ പറയുമ്പോൾ വെൻഡർ എന്ത് ചെയ്യുന്നുണ്ട്, ടുക്ക് ബാക്ക് അല്ലേ. അപ്പോൾ ഗുഡ്സ് റീപ്രൊസസ്ഡ് അക്കൗണ്ട്, പിന്നെ അതിൽ 350 ക്യാഷ് ചിലവാക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ക്യാഷ് അക്കൗണ്ട് അറ്റ് ഗുഡ്സ് റീപ്രൊസസ്ഡ്. പിന്നെ സെയിൽ ചെയ്യുന്നുണ്ട് ഗുഡ്സ് റീപ്രൊസസ്ഡ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഗുഡ്സ് റീപ്രൊസസ്ഡ് അക്കൗണ്ട് 30,110. അപ്പം നമ്മൾ എന്ത് നോക്കണം, എത്ര ലാഭമാണോ നഷ്ടമാണോ വരുന്നത് നോക്കിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇത്രയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ നമ്മളോട് ലെഡ്ജർ അക്കൗണ്ട്സേ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഹയർ പർച്ചേസറുടെ അക്കൗണ്ടിൽ വരുന്ന ജേണൽ എൻട്രീസും ഹയർ വെൻഡറുടെ അക്കൗണ്ടിൽ വരുന്ന ജേണൽ എൻട്രീസും ശ്രദ്ധിച്ച് എഴുതണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്താൽ മതി. ഇതിൽ ആരാണ് ഹയർ പർച്ചേസർ, ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് ഹയർ പർച്ചേസർ. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ആണ് ആര്, ഹയർ വെൻഡർ.